സിനിമ അൾട്ടിമേറ്റ്ലി ഒരു കമേഴ്സ്യൽ പ്രോഡക്റ്റ് ആണ്. അപ്പോൾ അതിനകത്ത് ജസ്റ്റിഫിക്കേഷൻ സംവിധായകരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവും. അതിനെ എതിർക്കാനുള്ള ചില കാര്യങ്ങൾ, ദൃശ്യം എന്ന് പറഞ്ഞ സിനിമ കുറ്റവാളികൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു പഴുതുണ്ടാക്കുന്നു എന്നാണ് സെൻകുമാർ സാർ അന്ന് പറഞ്ഞത്. ഇതൊക്കെ പുതിയ രീതിയിലുള്ള ക്രൈം നടത്താൻ അവരെ പ്രേരിപ്പിക്കും എന്നാണെന്ന് അദ്ദേഹം പറഞ്ഞത്. അതിനെ സപ്പോർട്ട് ചെയ്ത് കുറേ പേര് പറഞ്ഞു, അതിനെ എതിർത്ത് കുറേ പേര് പറഞ്ഞു. അപ്പോൾ ഏത് ക്രൈമും എവിടെന്നെങ്കിലും ഇൻഫ്ലുവൻസ്ഡ് ആവും. അങ്ങനെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടായിരിക്കും ചെയ്യുന്നത്. ഇനി ഒരു ഇൻഫ്ലുവൻസും ഇല്ലാതെ തന്നെ ഡ്രഗ്സ് കഴിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ക്രൈം ചെയ്യുന്നുണ്ട് ഡ്രഗ്സ് കഴിച്ചിട്ട്. അപ്പൊ നമ്മൾ 10 പ്രാവശ്യം എഴുതി കാണിക്കുന്നുണ്ട് ഡ്രഗ്സ് കഴിക്കരുതെന്ന്. ഡ്രഗ്സ് ഹാനികരമാണെന്ന് 10 പ്രാവശ്യം നായകന്മാരെ വിട്ടും സിനിമാ താരങ്ങളെ വിട്ടും ആദ്യം പറയിക്കുന്നുണ്ട്. മദ്യം ആരോഗ്യത്തിന് ഹാനികരമെന്ന് നമ്മൾ പറയിക്കുന്നുണ്ട്. പിന്നെ ലഹരി മരുന്ന് ഉപയോഗിക്കാൻ പാടില്ല എന്ന് സിനിമയിൽ തന്നെ അവിടെ ഇവിടെയായിട്ട് നമ്മൾ എഴുതി കാണിക്കുന്നുണ്ട്. സിഗരറ്റ് വലിക്കുന്ന സീനുകളിലെല്ലാം തന്നെ എക്സ്ട്രാ എഴുതി കാണിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് ആൾക്കാർ ആരെങ്കിലും അനുസരിക്കുന്നുണ്ടോ? ഇല്ല. അവർ വീണ്ടും സിഗരറ്റ് വലിക്കുന്നുണ്ട്, ആൾക്കാർ വീണ്ടും മദ്യം കഴിക്കുന്നുണ്ട്. സർക്കാർ തന്നെ മദ്യം കൊടുക്കുന്നുണ്ട്. സർക്കാരിൻ്റെ തന്നെ ഔട്ട്ലെറ്റിലൂടെയാണ് മദ്യം കൊടുക്കുന്നത്.